നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫിസിക്സിൻ്റെ 2 സൂപ്പർ ചാപ്റ്റർ +1 എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ 100% ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. അന്നേരം ഉറപ്പായിട്ടും 1 മണിക്കൂർ കൊണ്ട് 25 മാർക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസും ഗ്രാവിറ്റേഷനും പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം നമ്മളങ്ങോട്ട് കവർ ചെയ്ത് തരാൻ പോവുകയാണ്. നല്ല അടിപൊളിയായിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസും എല്ലാം സൂപ്പറായിരിക്കും. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനും എല്ലാം ഏറ്റവും പ്രയോജനം ചെയ്യുന്ന, നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ പ്രയോജനം ചെയ്ത ഒരു ചാനലാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. നിങ്ങളുടെ കമൻസ്, വലിയ കമൻസ് എല്ലാം ഇടുക. അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. മനസ്സിലായില്ലെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് മാഷിനോട് ചോദിക്കാം, മനസ്സിലായില്ല സാർ എന്ന് ധൈര്യമായിട്ട് ചോദിക്കാം. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഫുള്ള് സിമ്പിളായിട്ടുള്ള നോട്ട്സും എല്ലാം ഇട്ട് തരും. നന്നായിട്ട് പഠിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തരാനായിട്ട്. അന്നേരം മാക്സിമം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷയുണ്ട്. മാഷ് തുടങ്ങുകയാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററെന്ന് എല്ലാ വർഷവും എല്ലാ കുട്ടികളും പറയുന്ന ചാപ്റ്ററാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററിനെ നമുക്ക് നല്ല പുഷ്പം പോലെ നമുക്ക് പഠിക്കാം. ആദ്യം എന്താണ് റിജിഡ് ബോഡി? വളരെ സിമ്പിൾ. ഇത് റിജിഡ് ബോഡി ആണെങ്കിൽ ഇത് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസിനും ഷേപ്പിനും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. അതാണ് റിജിഡ് ബോഡി. അന്നേരം എ റിജിഡ് ബോഡി ഹാസ് ഫിക്സ്ഡ് ജോമെട്രിക്കൽ സൈസ് ആൻഡ് ഷേപ്പ് ബോത്ത് ഓഫ് വിച്ച് ഡു നോട്ട് ചേഞ്ച് ഡ്യൂറിങ് മോഷൻ. അന്നേരം ഫിക്സ്ഡ് ജോമെട്രിക്കൽ സൈസ് ആൻഡ് ഷേപ്പ് ഉള്ളതാണ് ഏത്? റിജിഡ് ബോഡി. റിജിഡ് ബോഡി ഒരു മോഷൻ്റെ സമയത്ത് യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് ടോർക്ക്? ടോർക്ക് ഡിനോട്ട് ചെയ്ത ലെറ്റർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ടോയാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ്. പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോ ഈസിക്കൽ ടു F × R. യൂണിറ്റ് എങ്ങനെ എഴുതാം? ഫോഴ്സിൻ്റെ ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ മീറ്റർ, അതായത് ന്യൂട്ടൺ മീറ്റർ. ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ml⁻², ഡിസ്റ്റൻസിൻ്റെ L, അതായത് ml² T⁻². ഇതെവിടെയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ? ഉണ്ട്. വർക്കിൻ്റെ എനർജിയുടെയും എന്ത് തന്നെയാണ്? ml² T⁻². പിന്നെ നിങ്ങൾ ഇവിടുന്ന് പതുക്കെ നിങ്ങൾക്ക് ചലിക്കാം. പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആകുമ്പോൾ നിർത്തിയാൽ മതി. ഇവിടെ മുതൽ അങ്ങോട്ട് പഠിച്ചു തുടങ്ങിയാൽ മതി. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ മറ്റൊരു പേര് റൊട്ടേഷണൽ ഇനേർഷ്യ. ഇനേർഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോസ് ഓഫ് മോഷനകത്ത്. ഡിനോട്ട് ചെയ്ത ലെറ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, I. വളരെ സിമ്പിളായിട്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അന്നേരം I = m ആണ് മാസ്, R ആണ് ഡിസ്റ്റൻസ് എങ്കിൽ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ I = mr². യൂണിറ്റ് മാസിൻ്റെ കിലോഗ്രാം, ഡിസ്റ്റൻസിൻ്റെ മീറ്റർ², കിലോഗ്രാം മീറ്റർ². ഡയമെൻഷൻ മാസിൻ്റെ m, ഡിസ്റ്റൻസിൻ്റെ L, അതായത് ml². അതായത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പറയണം? 1 മാസും 2 ഡിസ്റ്റൻസും. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I = mr². അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഇതാണ്ടേ ഈ വരച്ചേക്കുന്നതാണ് ഒരു റിജിഡ് ബോഡി. ഒരു പ്രത്യേക രീതിയിലുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെയൊക്കെ ഒരു റിജിഡ് ബോഡി വരയ്ക്കാം. അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു പാർട്ടിക്കിളിൻ്റെ മാസമാണ് m1, മറ്റൊരു പാർട്ടിക്കിളിൻ്റെ മാസമാണ് m2, അടുത്തതിൻ്റെ m3, അടുത്ത m4. ഇതൊരു ആക്സിസ് ആണ്. XY എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പേരിന് കൊടുക്കുക, XY. ആദ്യത്തെ ഡിസ്റ്റൻസ് ആ ആക്സിസ് മുതൽ ആദ്യത്തെ പാർട്ടിക്കിളിൻ്റെ മാസം ഒരു ഡിസ്റ്റൻസ് R1, അടുത്ത R2, R3, R4. അന്നേരം ഇതൊരു റിജിഡ് ബോഡി. അതിനകത്തുള്ള പാർട്ടിക്കിൾസ് m1, m2, m3, m4, ഡിസ്റ്റൻസ് R1, R2, R3, R4. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അനുസരിച്ച് I = mr² ആണ്. ആദ്യത്തെ ആണെങ്കിൽ എങ്ങനെ വരും? m1 r1², രണ്ടാമത്തെ ആണെങ്കിൽ m2 r2², മൂന്നാമത്തെ ആണെങ്കിൽ m3 r3² പ്ലസ് അപ് ടു എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് I = μmr² എന്ന് എഴുതലോടെ. ഇതാണ് നമ്മൾ ആപ്ലിക്കേഷനകത്ത് എല്ലാം ഉപയോഗിക്കുന്നത്. I = μmr². അന്നേരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിജിഡ് ബോഡി കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ? അടുത്തത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. പേര് കേട്ടാൽ ഞെട്ടിക്കും. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്തോ നോക്കാം. ഇതൊരു റിജിഡ് ബോഡി, ഇതൊരു ആക്സിസ്. അത്രയും ക്ലിയർ ആണല്ലോ. ഇതൊരു റിജിഡ് ബോഡി, ഇതൊരു ആക്സിസ്. റിജിഡ് ബോഡിയുടെ സെൻട്രോ മാസ് ആണ് m, സെൻറ്ററിലുള്ള മാസ് ആണ് m. ആക്സിസ് മുതൽ റിജിഡ് ബോഡിയുടെ സെൻട്രോ മാസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് k.
ഈ കെ പറയുന്ന പേരാണ് ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ. അന്നേരം എവിടം മുതൽ എവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ആക്സിസ് മുതൽ റിജിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഡിനോട്ട് ലെറ്റർ കെ ആണ്. അന്നേരം ഇനി അതിനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. I = mr² ഇല്ലയോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് ഉള്ളത്. ആറിന് പകരം ഇവിടെ എന്തുവാ ഡിസ്റ്റൻസ് വരാൻ കെ ആ. അന്നേരം ആറിന് പകരം കെ എന്ന് കൊടുത്തു. അന്നേരം I = mk². അതിൽ നിന്ന് k² = I/m. അതിൽ നിന്ന് k = √I/m. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ മെയിൻ ഇക്വേഷൻ. k = √I/m. ഡയമെൻഷനും യൂണിറ്റും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. k = √I/m. √I എന്ന് പറയുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡയമെൻഷൻ എന്തുവാ ml² m വെട്ടിപ്പോയി. അന്നേരം L². √L² എന്ന് പറഞ്ഞാൽ L. സ്വാഭാവികമായിട്ടും റേഡിയസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്ററാണ്. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ക്ലിയർ ആയല്ലോ? അതിൻ്റെ യൂണിറ്റ് ഡയമെൻഷൻ. പാരലാക്സിസ് തിയറംസ് ഒന്നും വേണ്ട. പാരലാക്സിസ് തിയറം വേണ്ട, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വേണ്ട. പിന്നെ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഇവനാണ് കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടാൽ, ഒന്നോ രണ്ടോ വട്ടം റിപ്പീറ്റ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം കേട്ടോ. എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ഡിഫിക്കൽട്ട് ചാപ്റ്ററേ അല്ല, പാടുള്ള ചാപ്റ്ററേ അല്ല കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സാധാരണ കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ എന്തുവാണ്? ½ എന്നല്ലേ. നോക്കിയേ, കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ½ പക്ഷെ നമ്മൾ മോഷനെ പ്ലെയിനകത്തൊക്കെ പഠിച്ചാൽ V = r⍵. വിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുക? r⍵ എന്ന് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് കൈനറ്റിക് എനർജി ½ m × വിക്ക് പകരം r⍵. v² ആകുമ്പോൾ r⍵² എന്ന് പറഞ്ഞാൽ ½ m r⍵² എന്ന് പറഞ്ഞാൽ r²⍵². ഇനി ഇത് ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഓഫ് എ ഹോൾ ബോഡി എടുക്കുകയാണെങ്കിൽ σ½ m r²⍵². എന്നാൽ ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി ½ m r²⍵². ഹോൾ ബോഡി എടുക്കുമ്പോൾ സിഗ്മ എന്ന് കൊടുക്കണം. σ½ m r²⍵². അതിനകത്ത് ഹാഫ് കോൺസ്റ്റൻ്റ് ആണ്, ω² കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി σ_m r². σ_m r² എന്ന് പറഞ്ഞാൽ I ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് എ ഹോൾ ബോഡി = ½ ω² × I എന്ന് പറഞ്ഞാൽ ½ I⍵². ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡിക്കുള്ള ഇക്വേഷൻ. അന്നേരം വളരെ സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാം. കൈനറ്റിക് എനർജി ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ ½ mv². വിക്ക് പകരം r⍵. അന്നേരം കൈനറ്റിക് എനർജി = ½ m × v²ന് വരെ r⍵² എന്ന് പറഞ്ഞാൽ r²⍵². ഇത് ഒരു പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി. ഹോൾ ബോഡി ആണെങ്കിൽ കൈനറ്റിക് എനർജി ഹോൾ ബോഡി = σ½ കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി σ_m r². σ_m r² ഒരു I എന്ന് കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് ½ I⍵². എളുപ്പമല്ലേ? എളുപ്പമാണ്. ആംഗുലർ മൊമെൻ്റ് ഡിനോട്ട് ലെറ്റർ L ആണെന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്ത് പഠിക്കുക. അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സലറേഷൻ. ടോർക്ക് ഡിനോട്ട് ലെറ്റർ ടോയും ആംഗുലർ ആക്സലറേഷൻ ഡിനോട്ട് ലെറ്റർ ആൽഫയാണ്. ഓക്കെ, നമുക്ക് നോക്കാം തമ്മിലുള്ള റിലേഷൻ. ആംഗുലർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തോടെ? ആംഗുലർ വെലോസിറ്റി ബൈ ടൈമാണ്. അന്നേരം ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സലറേഷൻ, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി. അന്നേരം ആംഗുലർ ആക്സലറേഷൻ ആൽഫ = dω/dt. നമ്മൾ മോഷൻ്റെ പ്ലെയിനകത്ത് പഠിക്കുന്ന A = r⍵. A = r × ആൽഫയ്ക്ക് വരെ എന്ത് കൊടുക്കാം? dω/dt. ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ F = ma. വളരെ എളുപ്പമാണ്. F = m × എക്ക് പകരം നമുക്ക് ഇത് കൊടുക്കലിലൂടെ r × dω/dt. ഇനി ടോർക്കിനുള്ള ഇക്വേഷൻ എന്തുവാ? F × r. എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? mr dω/dt. ഇതാണ്ടേ mr dω/dt × r എന്ന് പറഞ്ഞാൽ ടോ m × r × r എന്ന് പറഞ്ഞാൽ r² dω/dt. ഇത് ഒരു പാർട്ടിക്കിളിൻ്റെ ടോർക്ക്. ടോർക്ക് ആക്ട് ചെയ്യുന്ന ഹോൾ ബോഡി ആണെങ്കിൽ എന്ത് ചെയ്യണം? ടോ ഇത്രയേ ഉള്ളൂ, σ_m r² dω/dt. σ_m r² എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I അല്ലയോടെ, dω/dt എന്ന് പറഞ്ഞാൽ ആൽഫ അല്ലയോ. അങ്ങനെയാണെങ്കിൽ ടോ എന്ത് കിട്ടി? I⍵. നോക്കിയേ, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ ആക്സലറേഷൻ. അല്ലേ? സിമ്പിൾ. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ടോർക്ക് ഡിനോട്ട് ലെറ്റർ ടോ, ആംഗുലർ മൊമെൻറ്റം ഡിനോട്ട് ലെറ്റർ L. അന്നേരം L = I⍵.
അതാണ് ആദ്യം നമുക്ക് വേണ്ട ആംഗുലർ മൊമെൻ്റത്തിലുള്ള ഇക്വേഷൻ ആണ്. രണ്ട് സൈഡിൽ ഞാൻ ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇപ്പം എ ഈസ് ഈക്വൽ ടു ബി സി, ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ബൈ ഡി ടി കൊണ്ട് ഗുണിക്കണം. ഡി ബൈ ഡി ടി ഓഫ് എ ഈക്വൽ ഡി ബൈ ഡി ടി ഓഫ് ബി സി, ഇത്രയേ ഉള്ളൂ. ഡി ബൈ ഡി ടി കൊണ്ട് ഗുണിക്കണം. അന്നേരം ഡി ബൈ ഡി ടി ഓഫ് എൽ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഐ ഒമേഗ. ഡി ബൈ ഡി ടി ഓഫ് എൽ എന്ന് പറഞ്ഞാൽ ഡി എൽ ബൈ ഡി ടി. ഐ ഒമേഗയിൽ ഐ കോൺസ്റ്റൻ്റാണ്, ബാക്കി ഡി ഒമേഗ ബൈ ഡി ടി. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി. ഇപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ആൽഫയാണ്, അന്നേരം ഐ ആൽഫ. ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഇക്വേഷൻ നമ്പർ 2. നിങ്ങൾ 1ഉം 2ഉം ശരിക്കും ഒന്ന് തുറച്ച് നോക്കിയേ. ഒരു സൈഡിൽ ഐ ആൽഫ എല്ലേടി ഐ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. കിട്ടി റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ടോ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി. ഇത്രയും സിമ്പിളാണ്. നോട്ട്സും വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കൂട്ടത്തിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടേ, പ്രൂഫ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. വളരെ സിമ്പിളാണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം? ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ടോർക്ക്, the total angular momentum remains constant. In the absence of external torque, the total angular momentum remains constant. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ടോ ഈസിക്കൽ ഇപ്പം പഠിച്ച ഇക്വേഷൻ ഡി എൽ ബൈ ഡി ടി. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോ ഈസിക്കൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം 0 ഈസിക്കൽ ടു ഡി എൽ ബൈ ഡി ടി. തിരിച്ചെഴുതിയാൽ ഡി എൽ ബൈ ഡി ടി ഈസിക്കൽ ടു 0, എൽ ഈസിക്കൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പം ഡി എക്സ് ബൈ ഡി ടി ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ഈസിക്കൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന്. ഡി എൽ ബൈ ഡി ടി ഈസിക്കൽ ടു 0 എന്ന് പറഞ്ഞാൽ എൽ ഈസിക്കൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് പ്രൂഫ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ക്വസ്റ്റ്യനെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടത്. ദി റൊട്ടേഷണൽ അനലോഗി ഓഫ് മാസീസ്. ഇത് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. മാസിൻ്റെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നതിൻ്റെ പേരെന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇത് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ദി റൊട്ടേഷണൽ അനലോഗി ഓഫ് ഫോഴ്സ് ഈസ് എന്താണ്? ടോർക്ക്. അതായത് ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന പേരാണ് ടോർക്ക്. മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇത് രണ്ടും പഠിച്ചോണം. 2 മാർക്കിന് ഒരുപാട് വട്ടം ചോദിച്ചാണ്, മറക്കരുത്. ഇനി ഇതിനകത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനകത്ത് ഇത് വേണ്ട. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്ട് ഈ ആപ്ലിക്കേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ബാലെ ഡാൻസറിൻ്റെ കേസ് നമ്മളിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നോക്കുന്നതിൻ്റെ ഒരു സംഭവം. അതായത് ഐ ഈസിക്കൽ ടു എം ആർ സ്ക്വയർ ആണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ നേരെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ഡിസ്റ്റൻസ് കൂടിയില്ലേ? ഡിസ്റ്റൻസ് കൂടിയാൽ ഐ എന്ന് പറഞ്ഞാൽ എന്തോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും. ഇനേർഷ്യ കൂടിയാൽ, ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ഇന്നബിലിറ്റിയാണ്. ഇനേർഷ്യ കൂടിയാൽ അവിടുത്തെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറയും. അന്നേരം സ്ട്രെച്ച് ചെയ്യുമ്പം വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കുറവായിരിക്കും. ഇനി സ്ട്രെച്ച് ചെയ്യുന്നില്ല, കൈ ഇങ്ങനെ നമ്മൾ വെച്ചു എന്ന് വെച്ചു, അന്നേരം അവിടുത്തെ ഡിസ്റ്റൻസ് കുറഞ്ഞു, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞു. ഇനേർഷ്യ കുറഞ്ഞാൽ തിരിച്ചാ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കൂടും. അതാണ് ബാലെ ഡാൻസർ കേട്ടോ. മറ്റേ ബാലെ നാടകമല്ല, മറ്റേ അത് ഉദ്ദേശിക്കരുത്. കാറ്റിൻ്റെ കേസ് ഇത് തന്നെ. ഈ നല്ല റൂഫിൻ്റെ നമ്മുടെ മുറിയുടെയൊക്കെ ജനലിനെയൊക്കെ മണ്ടയ്ക്കു നിന്നൊക്കെ ഒരു പൂച്ച ചാടി നിലത്ത് നല്ല സിമ്പിളായിട്ട് നിൽക്കത്തില്ലേ? അതിനുള്ള കാരണം എന്താണ്? അത് സിമ്പിളായിട്ട് നിൽക്കുമ്പോൾ നല്ല സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത്. അന്നേരം അതിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലാണ്, അന്നേരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. ഇനേർഷ്യ കൂടിയാൽ അതിൻ്റെ സ്പീഡ് കുറവാണ്. സ്പീഡ് കുറഞ്ഞാൽ അത് സ്കിഡ് ചെയ്യത്തില്ല. ഒരു ആംഗുലർ മൊമെൻ്റം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് പൂച്ച. അന്നേരം പൂച്ച ഒരു സാധാരണ വ്യക്തിയാണോ? അല്ല. അന്നേരം ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് എത്ര സമയം എടുക്കും? 1 മണിക്കൂർ എടുക്കുമോ? ഞങ്ങൾ ഇല്ല. ഇത്രയേ ഉള്ളൂ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഇതിൽ നിന്ന് 10 മുതൽ 12 10 മാർക്ക് ഉറപ്പിച്ചു. 10 മാർക്ക് ഉറപ്പിക്കാം. സിമ്പിളായില്ലയോ? കഴിഞ്ഞില്ലയോ? ഇനി ഞാൻ ഗ്രാവിറ്റേഷനോട്ട് പോയിക്കോട്ടെ. അല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യാനുള്ളവർ ഷെയർ ചെയ്യുകയും കണ്ടിട്ട് കമൻറ്റ്സ് ഇടുകയും ചെയ്യണേ. അന്നേരം നമുക്ക് ഇതുപോലെ പുഷ്പം പോലെ പുല്ല് പോലെ നമുക്ക് ഗ്രാവിറ്റേഷൻ പഠിക്കാം. എപ്പടി ഇരിക്കുകയാണ്? സൂപ്പറായി ഇരിക്കേ.